എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു യൂണിവേഴ്സൽ AC കിറ്റിൻ്റെ ബോർഡാണ്. അപ്പോൾ ഈ ബോർഡ് കൊണ്ട് തന്നിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഓണായി അങ്ങനെ തന്നെ കിടക്കും. ഇൻഡോർ ഫാൻ മോട്ടർ എടുക്കില്ല, ഔട്ട്ഡോർ യൂണിറ്റ് എടുത്ത് സപ്ലൈ പോകത്തില്ല. ജസ്റ്റ് ഡിസ്പ്ലേ ഓണായിട്ട് അങ്ങനെ നമ്പർ എഴുതി കാണിച്ച് അങ്ങനെ എത്ര നേരം വേണമെങ്കിലും കിടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ബോർഡിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കണക്ഷനും കൊടുത്ത് ഫാൻ മോട്ടറും ഇൻഡോർ ഫാൻ മോട്ടറും കണക്ഷനൊക്കെ കൊടുത്ത് ഔട്ട്ഡോർ യൂണിറ്റിന് പകരം നമുക്കൊരു ബൾബ് സെറ്റ് ചെയ്തിടാം. ഇൻഡോർ യൂണിറ്റിന് ഫാൻ മോട്ടറിന് ഒരു ഫാന് കണക്ഷൻ കൊടുത്തിടാം. എന്നിട്ട് ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാനിത് വിഷ്വലായിട്ടൊന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. അന്നേരത്ത് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ കപ്പാസിറ്ററിൻ്റെ ഈ ഒരു ലെഗ് കണ്ടോ, ലെഗ് ഡ്രൈ ആണ്. പിന്നെ ഇവിടെ വരുന്ന ഈ ഒരു ട്രയാക്ക്, അതായത് ഫാൻ എനേബിൾ ചെയ്യുന്ന ട്രയാക്ക്, അതിൻ്റെ ലെഗും ഇതണക്ക് ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതും ഇതും സോൾഡർ ചെയ്തിട്ട് ഇതിനകത്ത് നമുക്കൊരു ഫാനും കണക്ഷൻ കൊടുത്ത് ഔട്ട്ഡോർ യൂണിറ്റിനും ഒരു ബൾബ് കണക്ട് ചെയ്തിടാം. എന്നിട്ടിത് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഡ്രൈ സോൾഡറിങ് ഒന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഈ പോയിൻ്റ് നമ്മുടെ AC-ന് ഇത് നമ്മുടെ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്, അതായത് കംപ്രസറിൻ്റെ ഔട്ട്പുട്ട്. ഈ 3 പോയിൻ്റ് എന്ന് പറയുന്നത് ഫാനിൻ്റെ ഔട്ട്പുട്ടാണ്, അത് സപ്ലൈ സൈഡ്. ഓക്കെ, നമുക്ക് ഇവിടെ ഈ ഫാനിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഇവിടെ ഒരു ഔട്ട്ഡോർ യൂണിറ്റിന് പോലെ ഒരു ബൾബ്, ഒരു 60 വാട്ടിൻ്റെ ബൾബും കൂടെ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഇതാണ് പവർ സപ്ലൈ കൊടുക്കാനുള്ള പവർ സപ്ലൈ ഇവിടെയാണ് വരുന്നത്. പവർ സപ്ലൈയുടെ ട്രാൻസ്ഫോമർ, ഞാനിനി ഒരു ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട്. ഈ ഫാൻ മോട്ടറിന് കണക്ഷൻ കൊടുക്കാം. ഫാൻ മോട്ടർ ഇതാണ് ഫാൻ മോട്ടർ. ഈ ബ്ലാക്ക് വയർ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ലൈനാണ്, ട്രയാക്ക് കഴിഞ്ഞിട്ടുള്ള ലൈന്. റെഡ് വയർ എന്ന് പറയുന്നത് കപ്പാസിറ്റർ സൈഡ്. അപ്പോൾ ഇത് നമ്മുടെ കംപ്രസർ ഔട്ട്പുട്ട്, ഫാന്, ഇതെല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 സെൻസർ വരും. ആ 2 സെൻസർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കണക്ഷൻ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ന്യൂട്രൽ ഇവിടെ ഈ സൈഡിൽ ന്യൂട്രൽ വരും. ന്യൂട്രൽ കൊടുത്ത് പിന്നെ ഫേസ് ലൈൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഫേസ് ലൈൻ എവിടെയാണ് വരുന്നതെന്ന്. ഫ്യൂസ്, ഫേസ് ലൈൻ എന്ന് പറയുന്നത് ഓക്കെ.
അപ്പോൾ എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ഈ മോട്ടറിന് ഫീഡ്ബാക്ക് കണക്ഷൻ കൊടുത്തിട്ടില്ല, അതിന് ഓപ്ഷൻ കണ്ടിട്ടില്ല. ഇനി പവർ കൊടുക്കുകയാണ്. ഡിഗ്രിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ മോട്ടർ ഇൻഡോറിൽ ഫാൻ മോട്ടറോ കാര്യങ്ങളൊന്നും എടുക്കത്തില്ല, പക്ഷെ അതിങ്ങനെ ഓണായി കിടക്കും മാത്രമേ. ഞാനിപ്പോൾ അത് ഓൺ ചെയ്തപ്പോഴത്തേക്കും ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട്. അത് ഡ്രൈ ആയിരുന്നത് കൊണ്ടിട്ടാണ് ഫാൻ മോട്ടർ എടുക്കാതിരുന്നതെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കംപ്രസറും കൂടെ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് കംപ്രസർ എടുത്തിട്ടുണ്ട്, ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഫുള്ള് കണ്ടീഷനായിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് റിമോട്ടിൽ ഓഫ് ചെയ്ത് നോക്കാം. ഓഫായി. നമ്മൾ ഓൺ ചെയ്യാം. റിമോട്ടിൽ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്തപ്പോഴും കറക്റ്റായിട്ട് ഫാനും ഔട്ട്ഡോർ യൂണിറ്റും ഒക്കെ കംപ്രസറൊക്കെ എടുക്കുന്നുണ്ട്. വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇതിൽ ഞാൻ കാണുന്നില്ല. ടെക്നീഷ്യൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞത് ഇത്രയാണ്, ഇത് പിന്നെ ഓണായി ചുമ്മാ അങ്ങനെ കിടക്കുമെന്നല്ലാണ്ട് ഔട്ട്ഡോർ യൂണിറ്റോ ഫാനോ വർക്ക് ചെയ്യില്ല എന്നാണ് എന്നോട് പറഞ്ഞ കംപ്ലൈൻറ്റ്. അപ്പോൾ ഞാനത് ബോർഡ് വിഷ്വലായിട്ട് പരിശോധിച്ചതിൽ രണ്ടും ട്രാക്കും ഈ ഒരു കപ്പാസിറ്ററും ഡ്രൈ സോൾഡറിങ് ആയിരുന്നു. അത് രണ്ടും ഞാൻ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായി. ഇപ്പോൾ വർക്കിംഗ് നോർമലായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.